സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മദ്യവ്യാപനത്തിനെതിരായി ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ നടത്തുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം 29 സ്ഥലത്താണ് ബാറുകൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യവർജന സമിതികളും മദ്യനിരോധന സമിതികളുമായി ഒരുമിച്ച് ചേർന്ന് മദ്യവ്യാപനത്തിനെതിരായി ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ 8 കൊല്ലം കൊണ്ട് 900-ലധികം പുതിയ ബാറുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം 97 ബാറുകളും പുതിയതായും 33 ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസും കൊടുത്ത് 130 ബാറുകളാണ് പുതിയതായി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായി മദ്യവും ലഹരി മരുന്നും വ്യാപിക്കുകയാണ്. ഒരു കാലത്ത് പഞ്ചാബിലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നതിന്റെ 1ാം സ്ഥാനം. അതിപ്പോൾ കേരളത്തിനായി 1ാം സ്ഥാനം. ഒരു കാലത്ത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിൽ 1ാം സ്ഥാനം പഞ്ചാബിലായിരുന്നു. ഇപ്പോൾ ആ കാര്യത്തിലും 1ാം സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. സർക്കാർ ലഹരി മരുന്ന് മാഫിയകളെയും മറ്റ് മാഫിയകളെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. കേരളത്തിൽ ലഹരി മരുന്ന് മാഫിയയോടൊപ്പം തന്നെ ഗുണ്ടാ മാഫിയയും വളരുകയാണ്. ലഹരി മരുന്ന് മാഫിയകളെ സമാന്തരമായിട്ടാണ് ക്രിമിനലുകളുടെ കൂട്ടമായി ഇവിടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ താവളമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ സ്വഭാവം ക്രൂരമായ കൊലപാതകങ്ങളും ക്രൂരമായ ആക്രമണങ്ങളും, നിസാര കാര്യത്തിന് വീട് കയറി ആക്രമിക്കലും, വഴിയില് റോഡിലിറങ്ങി നിന്ന് ഇരുചക്ര വാഹനക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിക്കലും, കാറുകൾ തടുത്തു നിർത്തി തോക്ക് ചൂണ്ടലും ഒക്കെയായി കേരളം ക്രിമിനലുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലഹരി മരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെതിരായിട്ടിപ്പോ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി 2.5 ലക്ഷം രൂപ വെച്ച് ഒരു ബാറുകാർ പിരിക്കുന്ന കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഏകദേശം 20 കോടി രൂപയാണ്. പെരുമാറ്റച്ചട്ടം മാറിയാൽ അത് ചെയ്തു കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ ഇപ്പൊ പണപ്പിരിവും കൂടി നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ അഴിമതിയുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട്, കേരളം അക്രമങ്ങളുടെ കേന്ദ്രമായി മാറുന്നുണ്ട്, കൊടും കൊലപാതകങ്ങളും ക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കുന്ന സ്ഥലമാണ്. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ലഹരി വിരുദ്ധ നിർമ്മാർജ്ജന സമിതി ഇവിടെ ചെയ്യുന്നത്. ഈ സമരത്തിന് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്, സമരം വൈകിയത് നിയമസഭയിൽ ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വൈകിയത്. നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിന് ക്ഷമയോദിക്കുകയാണ്. എങ്കിലും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.